ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 9561 ചിപ്പ് ഉപയോഗിച്ചിട്ട് ഒരു മ്യൂസിക്കൽ സർക്യൂട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 9561 ചിപ്പ്. മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചിപ്പാണിത്. ഇതാണ് ഇതിൻ്റെ മെയിൻ PCB. 9561 കൂടാതെ മറ്റ് രണ്ട് ഐസികൾ കൂടിയുണ്ട്, CD4066 ആൻഡ് CD4011. ഇതാണ് നമ്മുടെ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന CD4011 ആൻഡ് CD4066 ഐസികൾ കൂടാതെ സർക്യൂട്ടിൽ S8050 എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്റർ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഐസികൾ കൂടാതെ കുറച്ച് റെസിസ്റ്റേഴ്സും 4148 സ്വിച്ചിങ് ഡയോഡ്സും സർക്യൂട്ടിലുണ്ട്. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രം ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ സർക്യൂട്ട് എങ്ങനെ അസംബിൾ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചിപ്പ് ഈ ഗ്രൂവിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഇത് സോൾഡർ ചെയ്യുന്നത്. ഇത് എല്ലാ പിന്നിലും കണക്ഷൻസ് ഇല്ല, അപ്പോൾ കണക്ഷൻസ് ഉള്ള പിന്ന് മാത്രം നോക്കി അറേഞ്ച് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇത് എക്സാക്ട്ലി കറക്റ്റ് ഇതിലല്ല കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരുന്നത്. അങ്ങനെ നമ്മുടെ മ്യൂസിക് ചിപ്പിൻ്റെ സോൾഡറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കമ്പോണൻസ് കൂടി സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ PCBയുടെ അസംബ്ലിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം IC എല്ലാം ഒന്ന് ഇൻസെർട്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് 4.5 to 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പവർ സപ്ലൈ കൊടുത്തിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മളുടെ 9561 യൂസ് ചെയ്തിട്ടുള്ള 16 സൗണ്ട് മ്യൂസിക് ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കൊരു 4.5 വോൾട്ടെന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ കോമ്പിനേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് സൗണ്ടിൽ വേരിയേഷൻ വരുത്താവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ സർക്യൂട്ട് കൃത്യമായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സർക്യൂട്ടാണ്. അപ്പോൾ ഹോബിയിസ്റ്റുകൾക്കും കുട്ടികൾക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു സർക്യൂട്ടുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.